ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ ലഭിക്കാതെ വരുന്നു. 3. പട്ടിണി. 4. ചികിത്സാ സൗകര്യങ്ങൾ കുറയുന്നു, ആവശ്യമായ ആശുപത്രികൾ ഇല്ലാത്ത അവസ്ഥ വരുന്നു. അതുപോലെ ഭക്ഷ്യപ്രതിസന്ധി, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരുന്നു. പോഷകാഹാരക്കുറവ്, നല്ല വിറ്റാമിനൊക്കെയുള്ള ഭക്ഷണങ്ങൾ കിട്ടാതെ വരുന്നു. മറ്റൊന്ന് കുടിയേറ്റം. ഇനി എന്താണ് ജനസംഖ്യ? ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന അഥവാ താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയാണ്. അപ്പോൾ ജനസംഖ്യ ഇങ്ങനെ ധാരാളം വർദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് ജനസംഖ്യ ഒരു മിതമായ രീതിയിൽ നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഭാഗം: എന്താണ് ജനസംഖ്യാ ശാസ്ത്രം അഥവാ ഡെമോഗ്രഫി? ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാശാസ്ത്രം. ജനനമരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയവ ഇതിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ചിട്ടയായ ജനസംഖ്യാ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നു. ഈ വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ഗ്രീക്ക് പദങ്ങളായ ഡെമോസ്, ഗ്രാഫീൻ എന്നിവ ചേർന്നാണ് ഡെമോഗ്രഫി എന്നുള്ള വാക്കുണ്ടായത്. മറ്റൊന്ന്, ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം. അതുപോലെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അതാണ് പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം. ഇവയൊക്കെ എന്താണെന്ന് നമുക്ക് തുടർന്ന് പഠിക്കേണ്ടതുണ്ട്, അത് ഞാൻ പറയാം. ഇനി ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫിയെ വീണ്ടും രണ്ടായി തരംതിരിക്കാറുണ്ട്, 2 വിഭാഗങ്ങളായി തിരിക്കാറുണ്ട്. ഒന്ന്, സാമൂഹിക ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. അതുപോലെ ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രം. സമൂഹവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണത്. മറ്റൊന്നാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം, ഫോർമൽ ഡെമോഗ്രഫി. ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. അത് കൃത്യമായ കണക്കൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അതിനുദാഹരണമാണ് സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ്. ഇന്ത്യയിലെ സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പിനെ കാനേഷുമാരി എന്നും വിളിക്കാറുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ഘടന, സ്ത്രീ